Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഒരു ഹെക്സാഡെസിമൽ വാല്യൂവിനെ എങ്ങനെ ഒക്ടൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ ഡയറക്റ്റ് നമുക്ക് ഒക്ട വാല്യൂക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ബൈനറിയിൽ നിന്നാണ് നമ്മൾ ഒക്ടൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതായത് കൺവേർട്ട് ഹെക്സാ നമ്പർ ടു ബൈനറി. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ കൺവേർട്ട് ഹെക്സാ നമ്പർ ടു ബൈനറി. ആ ബൈനറിയെ മൂന്ന് ബിറ്റിന്റെ ഗ്രൂപ്പ് ആക്കും. അതിനുശേഷം ടേക്ക് ദി ഈക്വലന്റ് 3 ബിറ്റ് വാല്യൂ ഓഫ് ഒക്ടൽ. അതായത് ഒരു ബൈനറി നമ്പറിന്റെ ഒക്ടൽ വാല്യൂ ആക്കുമ്പോൾ നമ്മൾ 3 ബിറ്റിന്റെ പെയർ ആക്കിയിട്ടാണ് ചെയ്യുക. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഹെക്സാ വാല്യൂ D416. അപ്പൊ D416 ആണ് നമ്മുടെ ഹെക്സാ വാല്യൂ. അപ്പൊ അതിനെ ആദ്യം നമ്മൾ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിന്റെ D എടുത്തു, 4 എടുത്തു. 4ന്റെ ബൈനറി 4 ബിറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. അതായത് ഹെക്സാ വാല്യൂവിനെ ബൈനറിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഹെക്സത്തെ ഓരോ ഡിജിറ്റും സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഡിജിറ്റ് ബൈനറിക്ക് 4 ബിറ്റിന്റെ രീതിയിലാണ് കൺവേർട്ട് ചെയ്യുക. അപ്പൊ ബൈനറിയിൽ 4 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 0 1 0 0. ഡി പറഞ്ഞ എത്രയാണ്? എ പറഞ്ഞ 10 ഹെക്സൈല്, ബി പറഞ്ഞ 11, സി പറഞ്ഞ 12, ഡി പറഞ്ഞ 13 ആണ്. 13ന്റെ ബൈനറി ഏതാണ്? 13ന്റെ ബൈനറി പറഞ്ഞ 1 1 0 1 ആണ്. അപ്പൊ നമുക്ക് ബൈനറി വാല്യൂ കിട്ടി. ഇനി ഈ ബൈനറിനെ നമ്മൾ ചേർത്ത് എഴുതുക. 1 1 0 1 0 1 0 0. ഇനിയാണ് അടുത്ത സ്റ്റെപ്പ്, ഗ്രൂപ്പ് ബൈനറി നമ്പർ ഇൻറ്റു 3 ബിറ്റ്സ്. ഇപ്പൊ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. അതായത് ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഈ ബൈനറിയിൽ നിന്ന് നമ്മൾ ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ആദ്യക്ക് 3ന്റെ പെയറാക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പെയറായി, അടുത്ത പെയറായി. ഇങ്ങനത്തെ പെയറാവാളില്ല, 2 എണ്ണാലും. അപ്പൊ ഒരു 0 ലെഫ്റ്റ് സൈഡിൽ ഇട്ട് കൊടുക്കുക. അപ്പൊ 3ന്റെ 3 പെയറായി. ഈ 100 അല്ല, 001. 001ന്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ അല്ല, ഒക്ടൽ വാല്യൂ എത്രയാണ്? 001. അതിന്റെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 4 ആണ് വരിക. 010 അതിന്റെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 2 ആണ് വരിക. 110 അതിന്റെ ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 3 ആണ് വരിക. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തതിന്റെ D416 ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 324 ആണ് വരിക. ഒക്ടൽ വാല്യൂനെ നമുക്കൊന്നെങ്കിൽ 0324 എന്ന് എഴുതാൻ പറ്റും. 0 പറഞ്ഞാൽ പ്രിഫിക്സ് വാല്യൂ ആണ്. അല്ലെങ്കിൽ 324 ഒക്ടൽ വാല്യൂവിന്റെ ബേസ് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ D416ന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 324 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ 1D8. ഇതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ. ഇത് നമ്മൾക്ക് ഒക്ടൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ ഹെക്സാഡെസിമൽ വാല്യൂനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിന്റെ ഓരോ ഡിജിറ്റ് പറഞ്ഞാൽ 1 D 8. 8നെ നമ്മൾ 4 ബിറ്റിന്റെ റെപ്രസെന്റേഷന്റെ ബൈനറി എഴുതിയ 1 0 0 0. ഡി എഴുതി കഴിഞ്ഞാൽ എ പറഞ്ഞ 10, ബി 11, സി 12, ഡി 13. ഇപ്പൊ ഡി എഴുതി കഴിഞ്ഞാൽ 1 1 0 1. ഇതാണ് അതിന്റെ ബൈനറി റെപ്രസെന്റേഷൻ 4 ബിറ്റിന്റെ. ഇനി 1 4 ബിറ്റിൽ എഴുതുക പറഞ്ഞാൽ 0 0 0 1. അപ്പൊ നമ്മൾ 4 ബിറ്റിന്റെ എഴുതി. ഇനി ഇപ്പൊ എഴുതിയത് മൊത്തം കൂടിയിട്ട് ഒരുമിച്ച് എഴുതുക. 0 0 0 1 1 1 0 1 1 0 0 0. ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ബൈനറി. ഇനി ഈ ബൈനറി നമ്പറിൽ നിന്ന് നമ്മൾ ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതിനെ 3ന്റെ പേരാക്കുക. 0 അടുത്ത പേര്, അടുത്ത പേര്, അടുത്ത പേര്. ഇതേതാണ് വാല്യൂ? മൊത്തത്തിൽ 0 ആണ് വാല്യൂ. ഇതേതാണ്? 011. 011 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇതേതാ? 111. 111 പറഞ്ഞാൽ 7. ഇത് ലെഫ്റ്റ് സൈഡിലേക്കാണ് 0 വരുന്നത്. അപ്പൊ നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 730 ആണ് വാല്യൂ. അപ്പൊ നമ്മൾ 1D8 ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ ഒന്നെങ്കിൽ 0730 എന്ന് എഴുതാൻ പറ്റും. 0 പറഞ്ഞ പ്രിഫിക്സ് ആണ്, ഒക്ടൽ വാല്യൂ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 730 അതിന്റെ ബേസ് എത്ര? 8. നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത 1CB. അതാണ് നമ്മുടെ ഹെക്സാഡെസിമൽ വാല്യൂ. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇത് ഓരോ ഡിജിറ്റ് സെപ്പറേറ്റ് എടുക്കുക. 1CB.
ബിയുടെ വാല്യൂ പറഞ്ഞാൽ 11 എന്ന് പറഞ്ഞാൽ 1 0 1 1 ആണ് 4 ബിറ്റ് റെപ്രസെന്റേഷൻ. സി പറഞ്ഞാൽ 12ന്റെ 4 ബിറ്റ് റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 1 1 0 0. 1ന്റെ റെപ്രസെന്റേഷൻ പറഞ്ഞാൽ 0 0 0 1. ഇതെല്ലാം കൂടി ഒരുമിച്ച് 0 0 0 1 1 1 0 0 1 0 1 1. ഇതാണ് ബൈനറി വാല്യൂ. ഇനി ഈ ബൈനറി വാല്യൂ നിന്ന് ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ അതിനെ 3ന്റെ പേഴ്സ് ആക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു പെയറായി, അടുത്ത പെയറായി, അടുത്ത പെയറായി, അടുത്ത പെയറായി. ഈ വാല്യൂ എത്രയാണ്? 0. ഈ വാല്യൂ 7. ഈ വാല്യൂ എത്ര? 0 0 1 1. ഈ വാല്യൂ എത്രയാണ്? 0 1 1. 0 1 1 പറഞ്ഞാൽ 3 ആണ്. അപ്പോ 1CB16, അതായത് 1CB16, അതായത് 1CB ഹെക്സാഡെസിമലിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ പറഞ്ഞാൽ 0713. 0 എന്ന് പറയുന്നത് പ്രിഫിക്സ് വാല്യൂ ആണ്, അല്ലെങ്കിൽ 713. ഒക്ടലിന്റെ ബേസ് വാല്യൂ പറഞ്ഞാൽ 8, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാണ് 1CBയുടെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ 713 ആണ്. നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അതിന് ഞാൻ എടുക്കുന്ന വാല്യൂ 8B. ഇതിന്റെ ഓരോ ഡിജിറ്റ് സെപ്പറേറ്റ് ആക്കിയ 8BA. 8B16 പറഞ്ഞ ഹെക്സാഡെസിമൽ വാല്യൂ. അതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം ഒക്ടൽ വാല്യൂക്ക്. അപ്പൊ ആദ്യം ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ബിയെ 4 ബിറ്റിൽ റെപ്രസെന്റ് ചെയ്ത ബി പറഞ്ഞാൽ 11 ആണ്. 11 എന്ന് പറഞ്ഞാൽ 1 0 1 1. 8 പറഞ്ഞാൽ 1 0 0 0. ഇനി ഇതിനെ ഒരുമിച്ച് ചെയ്ത് 1 0 0 0 1 0 1 1. ഇതാണ് ബൈനറി വാല്യൂ. ഈ ബൈനറി വാല്യൂവിനെ നമുക്ക് ഒക്ടയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 3ന്റെ പെയറാക്കുക. 3ന്റെ പെയറാക്കാൻ ഒരു പെയറായി, അടുത്ത പെയറായി. ഇനി ഇവിടേക്ക് പെയറാക്കാനില്ല, അപ്പൊ ഒരു 0 കൊടുക്കുക. ഈ 0 1 0 പറഞ്ഞാൽ 2 ആണ്. 0 1 0 പറഞ്ഞാൽ 2 ആണ്. 0 0 1 പറഞ്ഞാൽ 1 ആണ്. 0 1 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ നമുക്ക് 8B ഹെക്സാഡെസിമലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ പറഞ്ഞാൽ 0213. ഇത് 0 എന്ന് പറഞ്ഞാൽ പ്രിഫിക്സ് ആണ്, അതായത് ഒക്ടൽ വാല്യൂവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന് 0 കൊടുക്കും. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 213. അതിന്റെ ബേസ് വാല്യൂ പറഞ്ഞാൽ 8. ഇതാണ് അതിന്റെ ആൻസർ.